വിശ്വാസികളെ, പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യം, എനിക്ക് വിടുതലൊക്കെ ഉണ്ട്, എനിക്ക് സന്തോഷമാണ്, എൻ്റെ കുടുംബം, എൻ്റെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞ് ആ വിടുതലിനെ സന്തോഷിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇങ്ങനൊരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ നടന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടയാകും. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തോ വേണമെന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സഭയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിച്ചേർത്ത് വിവിധ ഇടങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പരസ്പരം പ്രാർത്ഥനയിൽ താങ്ങുക എന്ന വലിയ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, എൻ്റേത്, എനിക്കുള്ളത്, എൻ്റേത് എന്നുള്ള പ്രാർത്ഥനയല്ല. കർത്താവേ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്കറിയാവുന്ന എൻ്റെ സഭയിലെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, കഷ്ടത അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, വേദനയിലായിരിക്കുന്നവർ, രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ഹലോ പ്രിയപ്പെട്ടവരെ, ഇത്തരം മരണത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ സാക്ഷ്യം പറയുമ്പം അതിനൊരു അകമ്പടിയെക്കുറിച്ച് പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു കൂട്ടമുണ്ടായിരുന്നു. നോക്കണം, പത്രോസ് കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ വചനം പറയുന്നു, പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചൊരു ദൈവസഭയുണ്ട്. ദൈവസഭ എന്ന് പറയുന്ന 1 2 പേരല്ല. ഇന്ന് പകൽ ഇതിനകത്ത് ആരൊക്കെ ചേർന്നിട്ടുണ്ടോ, നാം എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ പരസ്പരം വിശ്വാസത്തിൽ താങ്ങുകയും ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ദൈവസ്നേഹത്തിൻ്റെ അകത്ത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യുന്നു.